കാനഡ, ന്യൂസിലാൻഡ്, സ്വീഡൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. മോഹന വാഗ്ദാനങ്ങൾ നൽകി പാലക്കാട് ചക്കാന്തറ സ്വദേശി ദൃശ്യനും സംഘവും തട്ടിപ്പിനിരയാക്കിയത് കേരളത്തിൽ വിവിധ ജില്ലകളിലായി 100-ലധികം യുവാക്കളെ. പലർക്കും നഷ്ടപ്പെട്ടത് 3 മുതൽ 10 ലക്ഷം രൂപ വരെ. ഒടുവിൽ സംഘത്തിലെ പ്രധാനി പാലക്കാട് ചക്കാന്തറ സ്വദേശി ദൃശ്യൻ പാലക്കാട് പോലീസിന്റെ പിടിയിലായി. കാനഡ, ന്യൂസിലൻഡ്, സെർബിയ, സ്വീഡൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. മോഹന വാഗ്ദാനങ്ങൾ നൽകി പാലക്കാട് ചക്കാന്തറ സ്വദേശി ദൃശ്യനും സംഘവും ചേർന്ന് തട്ടിപ്പിന് ഇരയാക്കിയത് കുടുംബത്തിന്റെ പ്രാരാബ്ദം മറികടക്കാൻ വേണ്ടി കടൽ കടക്കാൻ കുതിച്ച 100-ലധികം യുവാക്കളെയാണ്. പലർക്കും നഷ്ടപ്പെട്ടത് കടം വാങ്ങിയും ലോൺ എടുത്തും സംഘടിപ്പിച്ച 3 മുതൽ 10 ലക്ഷം രൂപ വരെ. പാലക്കാട്, തൃശൂർ, എറണാകുളം, കൊല്ലം എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിസ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണ് ദൃശ്യൻ. സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങൾ നൽകി യുവാക്കളെ കണ്ടെത്തിയ ശേഷം വ്യാജ അഭിമുഖവും മെഡിക്കൽ പരിശോധനയും നടത്തും. പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള നടപടികൾക്കെന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ ശേഷം മുങ്ങും. നിരവധി യുവാക്കൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിലും തട്ടിപ്പ് സംഘം നൽകിയിരുന്ന കരാറുകളിലെ പോരായ്മകൾ കാരണം പലർക്കും പരാതി നൽകാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ 3.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആലത്തൂർ സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് ദൃശ്യൻ പാലക്കാട് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ആഡംബര ജീവിതത്തിന് വേണ്ടിയായിരുന്നു ദൃശ്യനും സംഘവും ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. വിസ തട്ടിപ്പിന് സഹായികളായി അങ്കമാലി, ചാലക്കുടി, ആലുവ കേന്ദ്രീകരിച്ച് പല ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഇവരുൾപ്പെടെ സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് സൗത്ത് പോലീസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, പാലക്കാട്.